കുറച്ച് ബുദ്ധിമുട്ട്. ചെറിയ ഷെഡിൽ ഇനി തുടങ്ങിയത്, ചെറിയ വീടിന്റെ ഒരു ഷീറ്റ് വലിച്ചു കെട്ടിയാണ് തുടങ്ങി. പിന്നെ കുടുംബശ്രീന്റെ അതില് അവര് ഒരു ലോൺ എടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ ചെറിയൊരു ഷെഡ് കെട്ടി. അപ്പോ ഒന്നെങ്കിൽ അലക്കാന് എടുക്ക, അല്ല അലക്കേ പിന്നെ തിരുമ്പിയ ചിക്ക അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അതല്ലെങ്കിൽ ഫുഡിൻ്റെതായി വികസിക്കുന്ന രണ്ടും ഒന്ന് കൽപ്പിച്ച്. ഗ്യാസ് ഇപ്പൊ ഗ്യാസിന്റെ ബുദ്ധിമുട്ടാണല്ലോ. ഗ്യാസ് ഇല്ലെങ്കിലും നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. അതാ നല്ല കണലാ നല്ലത്, കണലും വിറകുവാ നല്ലത്. നിങ്ങൾ ആലപ്പുഴന്ന് വന്നതല്ലേ, ഇതിന്റെ ടേസ്റ്റ് ഒന്ന് പറയും. ആലപ്പുഴ കഴിക്കാൻ വേണ്ടി. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറത്തിന്റെയും കോഴിക്കോടിന്റെയും അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. ഊർക്കടവ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഞാനുള്ളത്. ഇവിടെ വന്നത് ഒരു വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ടാണ്. ആലപ്പുഴയിൽ കിടക്കുന്ന ഞാൻ ഇവിടെയുള്ള ഈ ഒരു വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത്. വേറെ ആരുമില്ല, നമ്മുടെ ഒരു സബീറായി തന്നെയാണ് ഞാൻ കാണാൻ വന്നിട്ടുള്ളത്. അതായത് ഇവരുടെ ബിരിയാണി എന്ന് പറയുന്നത് ഭയങ്കര ഫേമസാണ്. പക്ഷെ വന്നപ്പോഴാണ് ബിരിയാണി മാത്രമല്ല പല ഐറ്റംസും ഉണ്ട്. ഇവരുടെ കയ്യിലില്ലാത്ത പരിപാടി ഒന്നുമില്ല. അതായത് ഒരു കല്യാണ പരിപാടി ആണെങ്കിലും എല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്ന ആളാണ്. കൂടത്തിൽ പണിക്കാരൊക്കെ ഉണ്ട്, വേണ്ടി വന്നാൽ അവരെയൊക്കെ വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ? എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? അതായത് ഇവരുടെ ഞാൻ നിങ്ങളുടെ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നത്. ഇത് എന്ത് ബിരിയാണിയാ ഇപ്പൊ പൊടിക്കാൻ പോണത്? ചിക്കൻ ബിരിയാണി അല്ലേ? ഏറ്റവും ഫേമസ് എന്താ? ചിക്കനാണോ, ചിക്കനോ, ബീഫ്, ഫിഷ് എല്ലാം ഉണ്ട്. ഓർഡറിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും. അതെ അല്ലേ? ആവശ്യപ്പെടുന്ന എന്താ വെച്ചാല് ഫ്രൈഡ് റൈസ്, മന്തി, കബ്സ. കബ്സയൊക്കെ ഉണ്ട്. അതെ അല്ലേ? ഈ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ നമ്മൾ വന്ന് കേറുമ്പോഴാണ് ഒരു ചെമ്പ്, അതായത് ഫ്രൈഡ് റൈസ് അല്ലായിരുന്ന അല്ലേ? അത് അതായത് ഒരു ചെമ്പ് നമ്മള് അങ്ങോട്ട് പോവുകയാണ്, ഫ്രൈഡ് റൈസ് ഓർഡർ ആയിരുന്നു അല്ലേ? അത് എനിക്ക് തോന്നുന്നു കൂടുതലും നമുക്ക് ഈ ചെമ്പ് അങ്ങനെ തന്നെ കൊടുത്തു വിടുവാണോ? അങ്ങനെയാണല്ലേ? ഇപ്പൊ എത്ര നാളായി ഈ ഒരു പരിപാടിയിലേക്ക് വന്നിട്ട്? 9 വർഷമായിട്ട് ഇങ്ങനെ ലൈവായിട്ടുണ്ടല്ലേ? തുടക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തുടക്കം കുറച്ച് ബുദ്ധിമുട്ട്. ചെറിയ ഷെഡിൽ ഇനി തുടങ്ങിയത്, ചെറിയ വീടിന്റെ ഒരു ഷീറ്റ് വലിച്ചു കെട്ടിയാണ് തുടങ്ങി. പിന്നെ കുടുംബശ്രീന്റെ അതില് അവര് ഒരു ലോൺ എടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ ചെറിയൊരു ഷെഡ് കെട്ടി. അപ്പോ ഒന്നെങ്കിൽ അലക്കാന് എടുക്ക, അല്ല അലക്കേ പിന്നെ തിരുമ്പിയ ചിക്ക അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അതല്ലെങ്കിൽ ഫുഡിൻ്റെതായി വികസിക്കുന്ന രണ്ടും ഒന്ന് കൽപ്പിച്ച് ഷെഡ് ഉണ്ടാക്കി. ഷെഡ് ഉണ്ടാക്കിയപ്പോ സക്സസ് ആയി. ഈ ബിരിയാണിന്റെ തന്നെ ഓർഡർ കൂടുതലായപ്പോ അതിലും ഒതുങ്ങിയില്ല. അപ്പൊ കുറച്ചും കൂടി ഒന്ന് ഉഷാറാക്കി തോന്നി. അപ്പൊ ഒന്നും കൂടി ഉഷാറാക്കി. ഇപ്പൊ എല്ലാ ഫുഡ് ഉണ്ട്. ഇവന്റിനാണെങ്കിലും കല്യാണ ഓർഡറുകളാണെങ്കിലും നിക്കാഹ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ എന്താ വേണ്ടി വെച്ചാൽ ഓല ഓർഡർ ചെയ്യുമ്പോൾ ഓർഡർ ചെയ്യുന്ന എന്ത് സാധനം വെച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കി. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ചെറിയൊരു നിസ്സാരക്കാരി അല്ല കേട്ടോ ഈ ആളെന്ന് പറയുന്നത്. അതായത് ഒരു ഈവന്റിന് വേണ്ടുന്ന എന്ത് ഫുഡാണെങ്കിലും അതെല്ലാം അവിടെ എത്തിച്ചു കൊടുക്കുന്ന അല്ലേ? അവിടെ സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കും. അതായത് നിങ്ങൾ മെനു പറഞ്ഞു വെച്ചാൽ മതി, അത് എന്താണോ ആവശ്യം എന്ന് പറഞ്ഞാൽ അത് അവിടെ സ്പോട്ടിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. സിത്തോ കാറ്ററിംഗ് സർവീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇവർക്ക് സ്വന്തമായിട്ടുണ്ട്. അത് ഊർക്കടവിൽ ചെന്നാൽ കാണാം. അതുപോലെ തന്നെ ഇവരുടെ ഈ കാറ്ററിംഗ് സർവീസിന്റെ ഭാഗമായിട്ടും പല ഈവന്റുകളിലും ഇവർ പ്രത്യക്ഷപ്പെടാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒത്തിരി ആളുകൾ കാണാൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇതിന് എങ്ങനെ സാധിക്കുന്നു, എങ്ങനെ പറ്റുന്നു? അതായത് എനിക്ക് തോന്നുന്നു സാധാരണ ഈ കല്യാണ പരിപാടിയിലും അതുപോലെ ഇങ്ങനെയുള്ള ഈ പ്രധാനപ്പെട്ട പരിപാടികളിലൊക്കെ പുരുഷ ആധിപത്യമാണ് സാധാരണ കാണാറുള്ളത്. അതാണ് അത് കാണുമ്പോഴൊരു വ്യത്യസ്തതയുണ്ട്. മാത്രമല്ല സബീറത്താടെ കൈപ്പുണ്യം എന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴ വരെ ഫേമസാ. നല്ല അഭിപ്രായം. അപ്പം ബിരിയാണി പൊട്ടിക്കാൻ പോവുകയാണ് അല്ലേ? നമുക്ക് പൊട്ടിക്കണമെന്ന് കാണാമല്ലോ. ആവി പറക്കുന്ന കണ്ടാ. ദം ബിരിയാണി ആയതുകൊണ്ട് മുകളിലിടില്ല. മുകളിൽ ഉള്ളിയൊക്കെ ഇട്ടാല് കരിഞ്ഞു പോകും. ആ സ്മെല്ല് ഇവിടെ അടിക്കുന്നുണ്ട് കേട്ടോ. ആവി പറക്കുമ്പോഴേ സ്മെല്ല് ഇങ്ങ് വരുവാ. അതായത് ഇത് എനിക്ക് ഈ ബിരിയാണി എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞത്, അതായത് ഇവിടുത്തെ ഒരു കാലിക്കറ്റുകാരനായിരുന്നു. ഇങ്ങനെ ഒരു കക്ഷിയുണ്ട് എന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടം വരെ എത്തുന്നത് കേട്ടോ, ആലപ്പുഴയിൽ നിന്ന്. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞതും ഇത് തന്നെയാണ്. ഈ സാധാരണ ബിരിയാണിയിൽ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നും ഇല്ലാത്തൊരു ബിരിയാണിയാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു വിറകിലാണ് തീർത്തും ചെയ്യുന്നത് അല്ലേ? ഓർഡറുകളൊക്കെ കൂടുതലായിട്ട് കിട്ടലുണ്ട്. അതെ അല്ലേ? ഓ കിട്ടലുണ്ട്. പിന്നെ കൂടുതൽ വർക്ക് ഉണ്ടാകുമ്പോൾ കൂടുതൽ ആളെ വിളിക്കും.
ഈ വിറക് തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഗ്യാസ് കിട്ടാഞ്ഞിട്ടാണോ അതോ? അല്ലല്ല, അതാണ് അതിന്റെ ഒരു ടേസ്റ്റ്. ഏറ്റവും കൂടുതൽ ഈ എനിക്ക് മസാല ഒക്കെ ആളുകളെ നമ്മൾ ആകർഷിപ്പിച്ചതും അത് തന്നെ ആയിരിക്കും അല്ലേ? ഈ അപ്പം ഗ്യാസ് ഉപയോഗിക്കാറുണ്ടോ ശരിക്കും? ഗ്യാസ് ഇപ്പൊ ഗ്യാസിന്റെ ബുദ്ധിമുട്ടാണല്ലോ. ഗ്യാസ് ഇല്ലെങ്കിലും നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ അല്ലേ? ടേസ്റ്റ് കൂടുതൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതാ നല്ല കണലാ നല്ലത്, കണലും വിറകുവാ നല്ലത്. അതെ അല്ലേ? ഞാൻ വന്നപ്പോഴേ ഇങ്ങനെ ബിരിയാണി കൂടുതലും കണലില് ഈ വിറകിലാണ് നല്ലത്. അതെ അല്ലേ? ടേസ്റ്റ് കൂടുതൽ കിട്ടുക. ഇതുണ്ട് ആവി പറക്കുന്ന സിത്തു ബിരിയാണി. നമ്മുടെ ഇത്താട ഇവിടുത്തെ ഊർക്കടവ് സ്പെഷ്യൽ ബിരിയാണിയാണ് അല്ലേ? അതെ. കച്ചമ്പർ, നല്ല നാടൻ കച്ചമ്പർ. ആഹാ, ഒരു രക്ഷയില്ല കേട്ടോ. അല്ല, ചിക്കനൊക്കെ അങ്ങോട്ട് ഉതിർന്നു പോരോ, ഉതിർന്ന്. നല്ല കട്ട തൈരില് സവാളയൊക്കെ അരിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഒരു കച്ചമ്പറുണ്ടല്ലോ, അതിൻ്റെ ഒരു രുചി എന്ന് പറയുമ്പോൾ വേറെ തന്നെ കേട്ടാ. അത് ഈ ബിരിയാണിയിൽ വന്നു കഴിയുമ്പോൾ അതിൽ നമ്മളിങ്ങനെ കുഴച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതും ഈ അച്ചാറും ഒക്കെ കൂടി. വെറുതെ അല്ല കേട്ടോ ഈ ആളുകൾ ഇങ്ങനെ ഇടിച്ചു കയറി വരുന്നത്. ഇപ്പോഴാണ് മനസ്സിലായത്. അതായത് ഓർത്തു വെച്ചോ, കോഴിക്കോടും മലപ്പുറത്തുള്ളവർക്ക് ഏറ്റവും സിമ്പിളായിട്ട് വന്ന് കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഊർക്കടവ്. അത് ഇത് രണ്ടിന്റെ ഇടക്കുള്ള സ്ഥലമാണ് ഈ ഊർക്കടവ്. നേരെ ഓപ്പോസിറ്റ്. അതെ അല്ലേ? പെട്രോൾ പമ്പ്. ഊർക്കടവ് പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബൾക്ക് ഓർഡർ ആണ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ലേഡി ആണെന്നുള്ള ചിന്തയൊന്നും വേണ്ട കേട്ടോ. ഞാൻ നോക്കിയിട്ട് പുരുഷന്മാരെ ഏൽപ്പിക്കുന്നതിൽ നല്ല ഒരു സന്തോഷത്തോട് നിങ്ങൾക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു തീരുമാനം ഉണ്ടാക്കാം. അതുപോലെ തന്നെ വെറൈറ്റീസ് ചിക്കൻ 65ഉം ചിക്കൻ ഫ്രൈയും സർവത്ര സാധനം ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഈവൻസ് പരിപാടിയൊക്കെ വരികയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ കുടുംബത്തോ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് ഓർഡർ കൊടുക്കണം. ഇത്താക്ക് ഓർഡർ കൊടുക്കണം. ഞാൻ ഡീറ്റെയിൽസും നമ്പറൊക്കെ താഴെ കൊടുക്കാം. അപ്പം നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും ഒക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ഓർഡറും കൊടുക്കുക. ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കഴിക്കുക, കഴിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഇവിടം വരെ വന്നത് ഒരിക്കലും വെറുതെ ആയില്ല കേട്ടോ. ഇത്ര നല്ല സൂപ്പർ ബിരിയാണി കഴിക്കാൻ പറ്റി ലൈവായിട്ട്.